ആൽക്കഹോളിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പോലും ജോണി വാക്കർ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെങ്കിലും ബ്ലൂ ലേബൽ, ബ്ലാക്ക് ലേബൽ എന്നൊക്കെ പറയുന്ന ബ്രാൻഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്കറിയാലോ. അപ്പം അങ്ങനെ നമ്മുടെ ജോണി വാക്കറിൻ്റെ ഒരു ഷോറൂമിൽ എത്തിയേക്കാണ്. ഇപ്പം നിങ്ങൾ കണ്ടതായിരുന്നു ജാക്കറ്റ് ഇട്ട കുപ്പി. ഇതാണ് ബ്ലൂ ലേബലിൻ്റെ ഒരു പുതിയ എഡിഷൻ ആയിരുന്നു കേട്ടോ. അത് താഴെ വേണം പൊട്ടാതിരിക്കാനാണോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വില കൊണ്ടാണോ അങ്ങനെ ഇത്രയും വലിയൊരു ജാക്കറ്റ് എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണയില്ല. എന്നാൽ ഇതേ ഈ ഒരു കുപ്പിയുടെ വില നോക്കിയാൽ 1,00,000 രൂപയായിട്ട് ആ ഒരു കുപ്പിക്ക് എങ്ങാനും കൈതട്ടി താഴെ വീണാലത്തെ അവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് അവിടെ പലതരത്തിലായിട്ടുള്ള അവരുടെ പല ബോട്ടിൽസ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനൊരു ഫില്ലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നിശ്ചിത എമൗണ്ട് മാത്രമേ അതിൽ കയറുള്ളൂ. അപ്പം നിങ്ങൾ എഡിൻബറയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജോണി വാക്കറിൻ്റെ ഈ ഒരു സംഭവം കണ്ടിരിക്കണം കേട്ടോ. ഇവരുടെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല, ലൗഡല്ല. എന്നാലും കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് ഈ കാണുന്നത്. അടിപൊളി പ്രസൻറ്റേഷനാണ് കേട്ടോ. ഈ ഒരു ചേച്ചി, ഈ ഒരു പെങ്കൊച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ജോണി വാക്കറിൻ്റെ ആ ഒരു സ്റ്റോറി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർ നമുക്ക് ടെസ്റ്റിംഗ് തരും. അപ്പം നമുക്ക് ഈ ഒരു ഷോയിൽ നമുക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ 3 ഡ്രിങ്ക്സാണ് കിട്ടുന്നത്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റിൽ അതിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇഷ്ടാനുസരണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ബാൻഡ് അവർ തരും. അപ്പോൾ എനിക്ക് ബാൻഡ് ക്രീമാണ് കിട്ടിയത്. ഈ ക്രീം കളറുള്ള ഗ്ലാസ് നമ്മൾ അതിൻ്റെ ആ ഒരു ഫില്ലറിൻ്റെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാ സംഭവവും കോക്ടെയിലൊക്കെ ആക്കിയിട്ട് അവർ തന്നെ നമുക്ക് നമ്മുടെ ഡ്രിങ്ക്സ് ശരിയാക്കി തരും. ഇതൊരു അപ്പാപ്പൻ ഡ്രിങ്ക്സ് എടുത്തു. ഇനി ഇതേ എൻ്റെ ഓപ്ഷനാണ്. എൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീമാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാനതിന് വെക്കുമ്പം എൻ്റെ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള ഡ്രിങ്കാണ് ആ ഒരു മെഷീൻ മെയ്ഡപ്പ് ചെയ്ത് നമുക്ക് തരും. അപ്പം അടിപൊളി സംഭവമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കഴിക്കുന്നത്. അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിരുന്നു. ഞാൻ ഒരു സംഭവം ആ ഗ്ലാസ് ഫുള്ള് ഞാൻ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തന്നെ ഓരോ ഹിസ്റ്ററീസ്. അപ്പോൾ ജോണി വാക്കറിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാമത്തെ വയസ്സിൽ പാരൻസ്, അതായത് അച്ഛൻ നഷ്ടപ്പെട്ട ഒരു ചെറുക്കനായിരുന്നു ജോണി വാക്കർ എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ അമ്മയായിട്ട് പിന്നീട് സിറ്റിയിലോട്ട് മാറണം. അവർ ഫാർമേഴ്സായിരുന്നു. പിന്നീട് അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഗ്രോസറി ഷോപ്പ്, ഒരു പലചരക്ക് കടയിൽ നിന്നാണ്. പിന്നീടാണ് അവൻ അങ്ങനെ ഒരു ബ്രാൻഡ് ഇതുപോലെ ഒരു ആൽക്കഹോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കഴിക്കാനല്ല അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അവൻ്റെ തന്നെ ഒരു ലോകം സൃഷ്ടിച്ചത്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ പ്രിയങ്ക ചോപ്രയൊക്കെയാണ് കേട്ടോ അതിൻ്റെ അംബാസിഡറൊക്കെ ആയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് ആയിരുന്നു. ഫസ്റ്റ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ആൽക്കഹോൾ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. ചെറിയൊരു എന്താ പറയുക, നമ്മുടെ സർബത്തൊക്കെ കുടിക്കുന്ന പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു എഫക്റ്റാണ് എനിക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ ഫ്ലേവേഴ്സും എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഫ്ലേവേഴ്സ് ഉള്ളത്, അതിൻ്റെയൊക്കെ പ്രത്യേകം മണം, അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന സ്പൈസസ്, അതിനൊക്കെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വേറൊരു സ്ഥലത്ത് തരുന്നതാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ്, ഡിസ്റ്റിലേഷൻ, ഫെർമെൻറ്റേഷൻ എല്ലാ സംഭവങ്ങളും കാണിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇത്. അവർക്ക് 100ഓളം ഡിഫറെൻറ്റ് ടേസ്റ്റസിലുള്ള വിസ്കീസ് ഉണ്ട്. അതുപോലെ തന്നെ വിസ്കീസ് തന്നെ പല ഇയറിലുള്ള വിസ്കീസ് ഉണ്ട്, അവൈലബിൾ ആണ്. എനിക്കിതൊന്നും ഫിലിം ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാലും ഞങ്ങളിരുന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ ഫിലിം ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ കിട്ടും. ഇത് നമുക്ക് എന്താ പറയുക, ഓൾഡ് ഫാഷനും ഹൈബോളും ആണ് കിട്ടുക. ഓൾഡ് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. കുഞ്ഞു ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി സാധനമാണ്. നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അതിൽ ആപ്രിക്കോട്ടൊക്കെ പറക്കി തന്നു, ടച്ചിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഹൈബോൾ വിസ്കിയും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ഫാഷനിൽ ക്രീമി ആയിരുന്നു. ഫ്രൂട്ടിയാണ് ഞാൻ കഴിച്ചത്. ഓൾഡ് ഫാഷനിൽ ഫ്രൂട്ടിയാണ് ഞാൻ കഴിച്ചത്. രണ്ടാമത് നമ്മൾ ഹൈബോളിൽ ഫ്രഷാണ് ഞാൻ വാങ്ങിച്ച് കഴിച്ചത്. അപ്പം രണ്ടും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഒരു 3 ഗ്ലാസ് നമുക്ക് തന്നെങ്കിലും എന്താ പറയുക, ഒരു 2 പെഗിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ കൂടെയുള്ളവർ മുന്നേ മദ്യപിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പം എനിക്കും വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. ആദ്യമായിട്ട് മദ്യപിക്കുന്നതിൻ്റെ ചെറിയ ഫണ്ണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് ചിരി തുടങ്ങി നിർത്താൻ പറ്റുന്നില്ല, അങ്ങനത്തെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ചുരുക്കം, ഒരു അരമണിക്കൂർ നേരത്തേക്ക്, മാക്സിമം ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ബാക്ക് ടു നോർമലായി. അത് ജസ്റ്റ് അതിൻ്റെ ഒരു പീക്കിലെത്തിയപ്പോഴാണ് ഞാൻ ചിരി തുടങ്ങിയത്. പിന്നെ പെട്ടെന്ന്
തന്നെ ഞാൻ ചിരിയൊക്കെ നിർത്തി പഴയ ഒരു ലെവലെത്തി. എനിക്കങ്ങനെ ബോധം പോകുന്ന പോലെ അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. ഒന്ന് വെയിറ്റ് കുറഞ്ഞ പോലെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു അഡ്വഞ്ചറിൽ കയറിയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസസ് സ്ട്രീറ്റിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള സ്കോട്ടിഷ് മോണുമെന്റിന്റെ അത്രയും തന്നെ ഉയരത്തിൽ പറക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഞങ്ങൾ കയറിയായിരുന്നു. അതിൽ ആ സ്വിങ്ങിൽ കയറിയിട്ട് ഒന്നാടിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ എഡിൻബറയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളൊരു വിസ്കി ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ജോണി വോക്കറിൻ്റെ എക്സിബിഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിൽ വന്ന് അത്യാവശ്യം തന്നെ കറങ്ങി. കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഈവിനെ തൊട്ട് ഇത് ഞങ്ങൾ കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. ആൾക്കാർ കാരണത് കേൾക്കാണ്ട് ഇവിടെ.